നട്ട്സുകൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഒട്ടേറെ ഗുണങ്ങൾ നൽകുന്നതാണ്. ബദാം ഡെയിലി കഴിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ബദാം കഴിക്കേണ്ടത്, തൊലിയോടുകൂടി കഴിക്കാമോ, വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം കഴിക്കുന്നതാണോ ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബദാമിൽ ഒട്ടേറെ ന്യൂട്രിയൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഫൈബറും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും വിറ്റമിൻ ബി2, ഫോസ്ഫറസും കാൽഷ്യവും ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം, സിങ്ക്, വിറ്റമിൻ ഇ ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും മിനറൽസുമാണ്. ഡെയിലി ബദാം കഴിക്കുന്നത് മൂലം ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുകയും നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുവാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ ഇംപ്രൂവ് ചെയ്യുവാനും ചർമ്മരോഗങ്ങളെ കുറയ്ക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ബദാമിൽ അടങ്ങിയിരിക്കുന്ന ബയോട്ടിനും ഫാറ്റി ആസിഡ്സും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കണ്ടീഷൻസിനും മുടി നന്നായിട്ട് വളരുവാനും മുടിയുടെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ബദാമിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യവും ഫോസ്ഫേറ്റും നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. എല്ലിന്റെ ബലം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ എല്ല് തേയ്മാനം ഉള്ളവർക്കും ഒക്കെ ഡെയിലി ഈ ഒരു ബദാം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കുഞ്ഞു കുട്ടികളിലാണെങ്കിലും ഇത് ഡെയിലി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്ക് ഡെയിലി ബദാം കൊടുക്കുന്നത് മൂലം നമ്മുടെ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുകയും ബുദ്ധിവികാസം ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ ഓർമ്മശക്തി കൂട്ടുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞൊരു ഭക്ഷണ പദാർത്ഥം ആയതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ നമുക്കൊരു മിഡ് മീലായിട്ട് നമുക്ക് ഈ ഒരു ബദാം നമുക്ക് ഡെയിലി കഴിക്കാം. നമ്മുടെ അമിത വിശപ്പ് കുറയ്ക്കുകയും നമുക്ക് പെട്ടെന്ന് ഡൈജഷൻ പെട്ടെന്ന് നമ്മുടെ വയറ് ഫില്ലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അധികമായിട്ട് ഫുഡ് കഴിക്കുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് വെയിറ്റ് ലോസിനും ഇത് വളരെയധികം ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആയ LDL കുറയ്ക്കുവാൻ നമുക്ക് ഇത് മൂലം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലെ പല ഇൻഫ്ലമേഷൻസും നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ക്യാൻസറിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ സെൽസിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും പ്രായമാകുന്നത് കൺട്രോൾ ചെയ്യുവാനും നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ബദാം കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീനും ഫൈബറും അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനശക്തി ഇംപ്രൂവ് ചെയ്യുവാനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും ഫൈബറും ദഹനശക്തി ഇംപ്രൂവ് ചെയ്യുവാനും മലബന്ധത്തിന്റെ പ്രോബ്ലംസ് ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. മിക്കവരും ചോദിക്കുന്ന ഒരു സംശയമാണ് ബദാം കുതിർത്തിട്ടാണോ കഴിക്കേണ്ടത് അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ടാണോ കഴിക്കേണ്ടതെന്ന്. ബദാം എപ്പോഴും നമ്മൾ കുതിർത്ത് തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബദാമിന്റെ തൊലിയിൽ ടാനിൻ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ പല ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻസ് ഇത് കുറയ്ക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബദാം എപ്പോഴും കുതിർത്തിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബദാമിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡ് നമ്മുടെ കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും മഗ്നീഷ്യത്തിന്റെയും അബ്സോർപ്ഷൻസിനെ കുറയ്ക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. നമ്മൾ ഈ ബദാം കുതിർത്തിട്ട് കഴിക്കുമ്പോൾ ആ ഒരു ഫൈറ്റിക് ആസിഡിന്റെ അളവ് കുറയ്ക്കുവാനും ഈ പറഞ്ഞ ന്യൂട്രിയൻസ് നമുക്ക് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ബദാം കഴിക്കുമ്പോൾ വെള്ളത്തിൽ കുതിർത്ത് നമ്മൾ അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചുകൂടെ അധിക ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. കോൺസ്റ്റിപ്പേഷന്റെ പ്രോബ്ലംസ് ഉള്ളവരും അതുപോലെ തന്നെ അലർജിയുടെ ഇഷ്യൂസ് ഉള്ളവരും കിഡ്നി സ്റ്റോണിന്റെ പ്രോബ്ലംസ് ഉള്ളവരും അമിതമായിട്ട് നമ്മൾ ഈ ഒരു ബദാം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ടതാണ്. മിതമായിട്ടുള്ള അളവിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ദിവസേന നമുക്ക് ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് 10 ബദാം വരെ നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. കുട്ടികളിലാണ് നമുക്കൊരു 5 ബദാം വരെ നമുക്ക് ഡെയിലി കൊടുക്കാവുന്നതാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടിയതിനു ശേഷമേ നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുവാൻ പാടുള്ളൂ. ബദാമിന്റെ അതേ ഗുണങ്ങളുള്ള നട്ട്സുകളാണ് നമ്മുടെ വാൾനട്ട്, കശുവണ്ടി, പിസ്ത, അതുപോലെ തന്നെ നമ്മുടെ നിലക്കടല. ഇവയൊക്കെ നമുക്ക് ബദാമിന്റെ അതേ ഗുണങ്ങൾ നമുക്ക് നൽകുന്നതാണ്. എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ പറഞ്ഞ അളവിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ബദാമിനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയൊരു അറിവ് എല്ലാവർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.